നമസ്കാരം. നന്ദഗോവിന്ദം ഭജൻസ് ഈ പേര് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ അവരുടെ പാട്ടുകൾ ഇതിനോടകം തന്നെ വൈറലാണ്. അതുമാത്രമല്ല, അവർക്കെതിരെയുള്ള വിമർശനങ്ങളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവം. ഇത് കോട്ടയം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഫ്യൂഷൻ ഭജന സംഘമാണ്. അതായത് ഒരു പാട്ടിനെ അതിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ മേക്ക് ഓവർ ചെയ്ത് അതിനെ കൃത്യമായിട്ടുള്ള താളലയ ബോധത്തോടു കൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച് ആ കലാകാരന്മാരുടെ ഉള്ളിലെ കലാവാസനയെ ജനങ്ങളിലേക്ക് എത്തിച്ച് വൈറലായി മാറിയ ഒരു ഫ്യൂഷൻ ഭജന സംഘം തന്നെയാണ് നന്ദഗോവിന്ദം ഭജൻസ്. ഇപ്പോ എന്തുകൊണ്ടാണ് നന്ദഗോവിന്ദം ഭജൻസ് ഇത്രയും അധികം പ്രശസ്തി നേടിയത്, അല്ലെങ്കിൽ ഇത്രയും അധികം ചർച്ചാ വിഷയമാകുന്നു എന്നിടത്താണ് ഇന്നത്തെ രാഷ്ട്രീയ പുഴുക്കുത്തുകളുടെ മനസ്സിലെ വികാരം എത്രത്തോളം വ്രണപ്പെട്ടതാണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന ആ ഒരു ഭജന സംഘം, ആ ഭജന സംഘത്തെ രാഷ്ട്രീയവൽക്കരിക്കാതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുറച്ച് കലാകാരന്മാർ അവർ കൂടി ചേർന്ന് അവരുടെ ആ പാഷനെ നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് തങ്ങളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന കലാവാസനയെ തുറന്നു കൊടുത്തു. ഇത് ജനങ്ങൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അവർ അതിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു. അതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം അവരുടെ പാട്ടുകൾ വൈറലാകുന്നു. അതേ തുടർന്ന് കൂടുതൽ പ്രോഗ്രാമുകൾ കിട്ടുന്നു. കേരളത്തിനകത്തും, എന്തിനേറെ പറയുന്നു, കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിൽ പോലും അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ കലാവാസന മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകൾ ലഭിക്കുന്നു. സത്യത്തിൽ ഇതിൽ പുഴുക്കുത്തുകൾക്ക് പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പാടുന്ന പാട്ടുകളിലാണ്. കൂടുതലും അവർ ഭജന സംഘമായതുകൊണ്ട് തന്നെ അവർ ചില ദൈവികത്വമുള്ള പാട്ടുകളാണ് അതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ പാട്ടുകളും അവർ പാടാറുണ്ട്. ഈ പറയുന്നത് പോലെ ഭക്തിഗാനങ്ങൾ മാത്രമല്ല, അവർ മലയാളികൾ കേൾക്കാൻ കൊതിക്കുന്ന പല പാട്ടുകളും അവരുടേതായിട്ടുള്ള താളലയ ബോധത്തോടു കൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ അതിലൊന്നും ഈ പറയുന്ന സുഡാപ്പികൾക്കും ഡീഗ്രേഡ് മൊയിന്റുകൾക്കും ഒന്നും യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് പ്രശ്നം ചില പ്രത്യേക പാട്ടുകൾ പാടുന്നതിലാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാകുന്നു. ആ ചൊറിച്ചിലുണ്ടാകുന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. സമൂഹത്തിനുള്ളിൽ രണ്ട് തട്ടായി തിരിച്ചുകൊണ്ട് സമൂഹത്തിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലകളെ പോലും രണ്ട് വിഭാഗത്തിലേക്ക് എത്തിച്ച് തിരിച്ചു കാണുവാനുള്ള മെന്റാലിറ്റി ഈ സമൂഹത്തിനിടയിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ ലക്ഷ്യം. എന്തായാലും ശരി, ഈ ഡീഗ്രേഡ് പോയിന്റുകളുടെയൊക്കെ ഇത്തരത്തിലുള്ള ഡീഗ്രേഡുകൾ വകവയ്ക്കാതെ തന്നെ നന്ദഗോവിന്ദ ഭജൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കലാകാരന്മാരുടെ കലാവാസന അതിനെയാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവർ എന്തു പാടുന്നു എന്നതല്ല ജനങ്ങൾ സത്യത്തിൽ സ്വീകരിക്കുന്നത്, അവർ എങ്ങനെ പാടുന്നു എന്നതിനെ തന്നെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാട്ടുകൾ ഏറ്റെടുക്കുന്ന ജനവിഭാഗങ്ങളിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ യാതൊരു മതവ്യത്യാസവും ഇല്ലാതെയുള്ള വ്യക്തികൾ തന്നെയാണ് ഈ പാട്ടുകളെ സ്വീകരിക്കുന്നത്. ഇതിനകത്തുള്ള ചില പുഴുക്കുത്തുകളാണ് സത്യത്തിൽ ഇത്തരത്തിൽ നന്ദഗോവിന്ദം ഭജൻസിന്റെ താളലയ ബോധത്തോടു കൂടിയുള്ള പാട്ടുകളെ അവർ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ വളർച്ചയിൽ അസൂയ കൊണ്ടും അവരെ കുറിച്ച് മോശമായിട്ടുള്ള കമന്റുകളും മോശമായിട്ടുള്ള കുപ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടി അഴിച്ചുവിടുന്നത്. എന്തായാലും ശരി, നന്ദഗോവിന്ദം ഭജൻസ് കൃത്യമായ ട്രാക്കിലൂടെയാണ് പോകുന്നത്. ആ കലാകാരന്മാരുടെ കലാവാസന കൃത്യമായ രീതിയിൽ തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ ആയാലും ജനങ്ങളായാലും ഒക്കെ നൽകുന്നുണ്ട്. അതുമാത്രമല്ല, അവരുടെ വിജയം എങ്ങനെ നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ അവരുടെ വിജയം എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ കേരളത്തിന് പുറത്തു പോലും സ്റ്റേജുകൾ, വിദേശ രാജ്യങ്ങളിൽ പോലും സ്റ്റേജുകൾ കൈവരിക്കുവാൻ ഈ ഒരു ഫ്യൂഷൻ ഭജന സംഘത്തെ കൊണ്ട് സാധിക്കുന്നു എന്നിടത്താണ് അവരുടെ വിജയം കൂടുതൽ വ്യക്തമാകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഡീഗ്രേഡ് മൊയിന്റുകളുടെ, ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുടെ ഒന്നും റോങ് കമന്റുകളും അല്ലെങ്കിൽ മോശപ്പെട്ട കമന്റുകളും അതുപോലെ തന്നെ കുപ്രചരണങ്ങളൊന്നും അവരുടെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല. അവരുടെ വളർച്ച അത് കൃത്യമായ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദഗോവിന്ദം ഭജൻസ് കേരളത്തിന്റെ പ്രശസ്തി കൂടി ഉയർത്തുവാൻ പാകത്തിനുള്ള ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഫ്യൂഷൻ ഭജന സംഘത്തിന്റെ ബ്രാൻഡായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കേണ്ടതാണ്.